നമുക്ക് കോട്ടയത്തേക്ക് ശ്രീജിത്തിലേക്ക് ഒന്ന് പോകണം. ശ്രീജിത്ത്, 22 MLA-മാരുള്ള ലീഗിന് 5 മന്ത്രിസ്ഥാനം കിട്ടി. അപ്പോൾ 7 MLA-മാരിൽ ഞങ്ങൾക്ക് 2 മന്ത്രിസ്ഥാനമെങ്കിലും വേണ്ടേ എന്ന കേരള കോൺഗ്രസിൻ്റെ ചോദ്യം സ്വാഭാവികമാണ്, ന്യായമുള്ള ചോദ്യവുമാണ്. പക്ഷെ തൽക്കാലം അതിനുള്ള സാധ്യതയില്ല. ഒരു മന്ത്രിസ്ഥാനവും വേണമെങ്കിൽ ചീഫ് വിപ്പോ ഡെപ്യൂട്ടി സ്പീക്കറോ കൊടുക്കാം. അതിൽ സംതൃപ്തി അടയുമോ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം? രഞ്ജിത്ത്, ഈ തുടക്കത്തിൽ അങ്ങനെയായിരുന്നു വിവരങ്ങൾ. പ്രത്യേകിച്ച് ഈ PJ ജോസഫ് ഒരു മന്ത്രിസ്ഥാനത്തിൽ ഒതുങ്ങും, ഒരു ഡെപ്യൂട്ടി സ്പീക്കർ അല്ലെങ്കിൽ ചീഫ് വിപ്പ് സ്ഥാനം, ഇതിൽ ഉണ്ണിയാടനെ പരിഗണിക്കും എന്നുള്ളതായിരുന്നു. പക്ഷെ പിന്നീട് ആണ് ഈ സാഹചര്യങ്ങൾ മാറിയത്. പാർട്ടിയിലെ പല ആലോചനകളുടെ ഭാഗമായി 2 മന്ത്രിസ്ഥാനം വേണം എന്ന നിലപാടിലേക്ക് PJ ജോസഫ് എത്തുകയായിരുന്നു. ഈ PJ ജോസഫിനെ സംബന്ധിച്ച് നമുക്കറിയാം, ചില നിലപാടുകൾ പറഞ്ഞാൽ അതിൽ വലിയ കടുംപിടുത്തം ഉള്ള ആളാണ്, അതിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ആളാണ്. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റ് തന്നെ വേണമെന്ന ആവശ്യം അദ്ദേഹം പലതവണ ഉന്നയിച്ചെങ്കിലും ഏറ്റവും ഒടുവിൽ 8 സീറ്റിലേക്ക് അദ്ദേഹം തൃപ്തിപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അങ്ങനെ വിട്ടുവീഴ്ച ചെയ്ത ഒരേ ഒരു പാർട്ടി ജോസഫ് ഗ്രൂപ്പാണ് ഇത്തവണ സീറ്റുകൾ വിട്ടു നൽകിക്കൊണ്ട് ഇനി 9 സീറ്റിൽ ജയിച്ചാൽ 8 ജയിക്കുമായിരുന്നു എന്നൊക്കെയുള്ള കണക്കുകളാണ് അവർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഏറ്റുമാനൂരും ഇടുക്കിയും ജോസഫ് ഗ്രൂപ്പാണ് മത്സരിച്ചതെങ്കിലും ഇത്തവണ ജയിക്കുമായിരുന്നു എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തങ്ങൾക്ക് ഒരു മന്ത്രിസ്ഥാനം കൂടി വേണം എന്നതാണ്. പ്രത്യേകിച്ച് മന്ത്രിസ്ഥാനമാണെങ്കിൽ അവിടെ പരിഗണിക്കുക അബു ജോസഫിനെ ആയിരിക്കും എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന. പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചർച്ചകൾ അങ്ങനെയാണ്. ഇന്നലെയും ചർച്ച നടത്തി, അതിൽ വിജയം കണ്ടില്ല. അതുകൊണ്ട് ഇന്നും വീണ്ടും ചർച്ച നടത്താനാണ് തീരുമാനം. പക്ഷേ കോൺഗ്രസ് ഒരു അയഞ്ഞ സമീപനം സ്വീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏറ്റവും ഒടുവിൽ ഈ മറ്റു പദവികൾ, ഈ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനമൊക്കെ കൊടുക്കണമെന്നുള്ളതായിരുന്നു എബ്രഹാം കലമണ്ണിലെ പോലെയുള്ളവർ നേരത്തെ തുറന്നു പറഞ്ഞത്. പക്ഷെ VD സതീശൻ അതിന് തയ്യാറാകില്ല. അതിൽ മറ്റു പല നേതാക്കളെയും പരിഗണിക്കുന്നുണ്ട്, VM സുധീരനെ പോലുള്ള നേതാക്കളെയൊക്കെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള വിവരവും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു പദവികൾ ഉണ്ടാകില്ല. ഒരുപക്ഷെ ഡെപ്യൂട്ടി സ്പീക്കർ അല്ലെങ്കിൽ ചീഫ് വിപ്പ് പദവിയിലേക്ക് കാര്യങ്ങൾ പോകാനാണ് ഏറ്റവും ഒടുവിലത്തെ സാധ്യത. അങ്ങനെ വന്നാൽ ഒറ്റ മന്ത്രിസ്ഥാനത്തിലേക്ക് തന്നെ ഒതുങ്ങേണ്ടി വരും. കാരണം അത്രത്തോളം MLA-മാർ കോൺഗ്രസിനും ഇപ്പുറത്തെ ലീഗിനുമൊക്കെ ഉണ്ട്. മാത്രമല്ല കോൺഗ്രസിലെ തന്നെ പലർക്കും, ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏറ്റവും ഒടുവിൽ മന്ത്രിസ്ഥാനം ഉണ്ടായേക്കില്ല എന്ന വിവരം, പകരം സ്പീക്കർ സ്ഥാനത്തേക്കാണ് പരിഗണിക്കുന്നത് എന്നൊക്കെയുള്ളതിൽ തിരുവഞ്ചൂർ അതൃപ്തി ഉണ്ടായിരുന്നു. ചാണ്ടിയുമ്മൻ്റെ പേര് വളരെ സജീവമായി ഉയർന്നു വന്നതാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ അതുണ്ടാകുമോ എന്ന സംശയം ഇന്നലെ രാത്രി വൈകിയും ബാക്കി നിൽക്കുകയായിരുന്നു. എന്തായാലും പിന്നെയും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി മാത്രമേ ഇക്കാര്യത്തിൽ ആരൊക്കെ എന്നത് സംബന്ധിച്ചുള്ള ഒരു അന്തിമമായ വ്യക്തത വരികയുള്ളൂ. ഏതായാലും കോട്ടയത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ജോസഫിനെ അനുനയിപ്പിക്കണം. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചാണ്ടിയുമ്മനും മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരണം. ഇത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനം ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് 2 മണിക്ക് തന്നെ ഗവർണറെ കാണണം. കാര്യങ്ങൾ ഗവർണർക്ക് ബോധ്യപ്പെടുത്തണം. വകുപ്പുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തണം. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇന്നലെ മുഴുവൻ വിശ്രമമില്ലാതെയാണ് ഈ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഓടി നടന്നത്. പ്രത്യേകിച്ചും സതീശൻ രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ പോകുന്നു, KC വേണുഗോപാലിനെ കാണാൻ പോകുന്നു. അതിനുശേഷം ഘടകകക്ഷി നേതാക്കളുമായി ചർച്ച നടത്തുന്നു. സ്വന്തം പാർട്ടിയിലെ മന്ത്രിസ്ഥാനം മോഹിക്കുന്നവരെ കാണുന്നു. അങ്ങനെ 1 ഡസനിലധികം ആളുകൾ അവിടെ തിരുവനന്തപുരത്ത് കുറേ ദിവസങ്ങളായി ക്യാമ്പ് ചെയ്ത് MLA-മാർ, അത് മന്ത്രിസ്ഥാന മോഹികളായ MLA-മാർ ക്യാമ്പ് ചെയ്ത് സതീഷിനൊപ്പം നിൽക്കുന്നുണ്ട്. അവരിലൊക്കെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കടമ്പ അത് ഇന്നിപ്പോൾ പൂർത്തിയാക്കണം വളരെ വേഗം. നേരത്തെ അരുൺ പറഞ്ഞ പോലെ 10 മണിക്കെങ്കിലും ചർച്ച ആരംഭിക്കും. 2 മണിക്ക് മുമ്പ് ഈ ലിസ്റ്റ് രാജ്ഭവനിൽ എത്തിക്കണം. അതിനുശേഷം വേണം രാജ്ഭവന് ഇതുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്കുകളൊക്കെ ആരംഭിക്കാനും മറ്റും. ഇനി സമയമില്ല. നാളെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ഏതാണ്ട് 8 മന്ത്രിമാരുടെ കാര്യത്തിൽ ധാരണയായിട്ടുണ്ട് എന്നാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.